ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. സോ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് എങ്ങനെയായിരുന്നു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാബുമോനാണെ വന്നിട്ട് അനീഷിനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അനീഷിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുന്നുണ്ട്. ആൻഡ് ജിസൈലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ആര്യൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ബോസ് എല്ലാവരെയും സാബുമോനോട് പറയുന്നുണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ടും. ആ ഒരു സംഭവമായിരുന്നു ഹൈലൈറ്റഡ് ആയിട്ട് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. സോ ആ ഒരു റോസ്റ്റിംഗ് ടൈമിലാണ് നമ്മൾ ആര്യൻ കുറച്ച് സംഭവങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നതൊക്കെ. അപ്പോൾ എന്താ ഒരു രാവിലെ തന്നെ നമ്മുടെ അനീഷും അതുപോലെ തന്നെ സാബുമോനും കൂടെ എണീറ്റിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാബുമോൻ നേരെ ചെല്ലുന്നത് ആദിലയുടെ അടുത്താണ്. സോ ആദിലയാണല്ലോ കറൻ്റ്ലി ക്യാപ്റ്റൻ. സോ ആദിലയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആദിലയോട് പറയാണ്, ഒരു ക്യാപ്റ്റനാണ് ഇങ്ങനെയാണോ കുറച്ചൊക്കെ നേരത്തെ എണീക്കണ്ടേ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് സാബുമോൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദിലേനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ എൻട്രൻസിലേക്ക് പോവാണ്. നമ്മുടെ ആ എൻട്രൻസ് പാട്ടുണ്ടല്ലോ അവിടേക്ക് പോവാണ്. എന്നിട്ട് പറയാണ്, എന്തൊരു ഭംഗിയുള്ള ഇവിടെയൊക്കെ എന്ത് ഭംഗിയാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ആദില അപ്പം കുറച്ച് നേരത്തെ എണീക്കണ്ടേന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനം കൊണ്ട് പുള്ളിക്കാരി എന്താണ് ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് ബിഗ് ബോസ് പാട്ടിട്ട് തകർത്തിട്ടും പുള്ളിക്കാരി ഡാൻസ് ഒന്നും കളിക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരിയെ വിളിച്ചിട്ട് പറഞ്ഞത്, ഇവിടെയൊക്കെ കാണാൻ എന്ത് രസമാണ്, എന്ത് ഇതായിട്ട് അവർ സെറ്റിട്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയണം, പക്ഷെ എന്നാലും ഈ ക്യാമറ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മറ്റേ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെയാണ് കാണാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആ ഒരു ഫ്രണ്ടിലാണ് ഇവരുകൊണ്ട് തുണി ഇട്ടേക്കുന്നത്, ഇവരൊന്നും എടുക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് സോഫയിലേക്ക് കാണിക്കുകയാണ്, അവിടെയും കിടപ്പുണ്ട്. പിന്നെ ആ വശത്ത് കാണിക്കുക, എല്ലാ വശത്തും ഇങ്ങനെ തുണികളാണ്. ഇപ്പം ഏത് വശത്തൂടെ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഈ തുണി കാണാമെന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അതിലെ അത് മനസ്സിലായി, വേറെ ആരും അവിടെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പുള്ളിക്കാരിയാണെങ്കിൽ ആ തുണിയൊക്കെ എടുത്തിട്ട് സോഫയിൽ കിടക്കുന്ന തുണി ആരുടെയാന്ന് ചോദിച്ചിട്ട് ആരുടെയല്ല. അപ്പോൾ അവിടുന്ന് പോയ കണ്ടസ്റ്റൻസ് ഉപേക്ഷിച്ചിട്ട് പോയ തുണിയാണ്. സോ ടവലൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരി അതെല്ലാം കെട്ടിയിട്ട് ക്ലാസ് റൂമിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഒരു സംഭവം നടന്നത്. അത് കഴിഞ്ഞ് തന്നെ ഈ സാബുമോനില്ല രാവിലെ തന്നെ ഈ ടാസ്കുകൾ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു സാബുമോനോട്. അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസുകൾക്ക് ഒരു ബൂസ്റ്റ്, അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നോ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ്റെ ജീവിതകഥയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയണം. ആ ഒരു സമയത്ത് നമ്മുടെ അനീഷ് ചൊറിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതായത് അനീഷ് ചോദിക്കുന്നുണ്ട്, ഇപ്പം കൂടുതലായിട്ടും ബിഗ് ബോസിലേക്ക് വിളിക്കുന്നത് ആക്ട്രസ് അങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെയാണല്ലോ കൂടുതൽ വിളിക്കുന്നത്. അപ്പോൾ കുറേ കോമണേഴ്സിനെ എന്തുകൊണ്ട് വിളിച്ചുകൂടാ? അപ്പം ഓൾറെഡി സാബുമോൻ അതങ്ങ് ഒഴിവാക്കി വിട്ട്, മൈൻഡ് ചെയ്യാത്ത പോലെ വിട്ട് അനീഷിൻ്റെ കാര്യം. നോർമലി നമുക്കറിയാം അവിടെ ഏതൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും അവരെക്കാളും മുകളിലിരുന്ന് കളിക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് അനീഷിൻ്റെ ഒരു പ്രകൃതം. സോ ഇവിടെ സാബുമാൻ നല്ല രീതിക്ക് തന്നെ നമ്മുടെ അനീഷിനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനീഷിനെ നല്ല രീതിക്ക് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സാബുമാൻ ചോദിക്കുന്നുണ്ട് ഇവിടെ, ഓക്കെ നീ ഇപ്പം എന്താണ് അനീഷ് ഒരു എന്താ പറയുക ഒരു കോമണർ എന്ന് പറയില്ല, അത് പിന്നീട് അത് മാറ്റി പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ കോമണേഴ്സ് ഒരുപാട് എപ്പിസോഡ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ കോമണേഴ്സും ഇതുപോലെ തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും തമ്മിൽ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പുള്ളിയോട് തന്നെ ചോദിച്ചു, അനീഷിനോട്. സോ പുള്ളി പറയുന്നുണ്ട് ഇല്ല എന്നുള്ള ഒരു രീതിയിൽ. ഡിസ്ക്രിമിനേഷൻ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. അപ്പം സാബുമാൻ എന്താണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ഒഴിവാക്കി വിട്ടിട്ട് അങ്ങ് പോവാണ്. അപ്പോഴും നമ്മുടെ അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഒരു 5 കോമണറെ എങ്കിലും കൊണ്ടുവരണം എന്നുള്ള രീതി മിനിമം കൊണ്ടുവരണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അത് സാബുമോനോടാണോ അനീഷ് പറയേണ്ടത്? അത് ഒന്നെങ്കിൽ ബിഗ് ബോസിനോട് ലാലേട്ടൻ വരുന്ന ദിവസം ലാലേട്ടനോട് പറയണം, അല്ലെങ്കിൽ ബിഗ് ബോസിലെ ക്യാമറയിൽ നോക്കി അവിടെ പറയണം. സാബുമോൻ എന്ന് പറയുന്ന ഒരു ഗസ്റ്റായിട്ട് വന്ന പുള്ളിയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇറ്റ്സ് വെരി ചൊറിച്ചിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ ഈ കോമണർ എന്ന് പറയുന്നൊരു സംഭവം, ഈ അനീഷ് എന്ന് പറയുന്നത് 25,000 കോമണർ അല്ല എന്നുള്ളൊരു രീതി നമുക്ക് അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ. ആക്ച്വലി നമുക്കൊരു 25,000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും ആൾക്കാർക്ക് നമ്മളെ അറിയാവുന്ന ഒരു സംഭവമാണ്. സോ അത്
നമ്മളൊക്കെ തന്നെയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുള്ളൂ. അത് എത്രത്തോളം കഷ്ടപ്പെട്ട് അത്രയും നമ്മളത് ഡെഡിക്കേറ്റ് ചെയ്ത് നിന്നിട്ടാണ്. പുള്ളി 5 വർഷം നമ്മുടെ പുള്ളിയുടെ ഒരു ഇൻട്രോയിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, 5 വർഷം വർക്കിൽ നിന്ന് ലീവ് എടുത്ത് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ പുള്ളി തന്നെ അത് തിരിച്ച് പറയുന്നുണ്ട്. അത് പുള്ളിയുടെ ഓപ്പോസിറ്റ് റോസ്റ്റിംഗ് ടു സാബുമാൻ്റെ സമയത്ത് ഞാൻ പറയാം. ആ ഒരു സമയത്താണ് പുള്ളി അത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ 25,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു യൂട്യൂബ് ഉണ്ടായിരുന്നു. പിന്നെ സെൽമി ദി ആൻസർ എന്ന് പറഞ്ഞ മുകേഷിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ നമ്മൾ കണ്ടതാണ് ജയറാമുമായിട്ട് സെൽമി. ആ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ, എനിക്ക് 10,000 വേണം. ആ ഒരു റിപ്പറ്റീഷനാണ് പുള്ളി ഇവിടെയും കണ്ണടച്ച് ഞാൻ കിടക്കുന്ന കണ്ടു എന്നുള്ള സാധനം. അതെനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലൂടെ അങ്ങനെ പല സ്ഥലത്ത് പുള്ളി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഭയങ്കര ഇതായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിൽ പോലും പുള്ളി ഉണ്ടായിരുന്നു. പക്ഷെ നോർമലി ബാക്കിയുള്ള കോമണേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ അവർ ഭയങ്കര കോമണേഴ്സ് ആയിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ പോലും നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരരുത്, ആസ് എ കോമണർ എന്നൊരു ലേബലിൽ കൊണ്ടുവരരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരെ ഇച്ചിരിയെങ്കിലും കോമണർ അല്ലല്ലോ. ആക്ച്വലി കോമണർ എന്ന് പറയുമ്പോൾ ഒരു രീതിയിലും സോഷ്യൽ മീഡിയസിൽ വരാത്ത ഒരാൾക്കാരെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ഇത്. സോ എന്തായാലും ഈ ഷാനവാസ് എന്ന് പറയുന്നത് ഈ 15 വർഷം ഇൻഡസ്ട്രിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിനെ 15 വർഷം നിന്നിട്ട് കിട്ടാത്ത ഒരു ഹൈപ്പ് ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ അതായത് അനീഷിനെ നോക്കുകയാണെങ്കിൽ എന്തോ 8,000 എങ്ങാണ്ട് ഫോളോവേഴ്സേ ഇൻസ്റ്റഗ്രാമിലുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ 65K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ. സോ ആ ഒരു 15 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ നേടിയെടുക്കുന്നത്. സോ അതിനുശേഷം എന്താണ് ബിന്നിയോട് നമ്മുടെ സാബുമാൻ പറയുകയാണ് എൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കണേ. അപ്പോൾ ബിന്നിയോടല്ല സാബുമാൻ ചോദിക്കുകയാണ് എൻ്റെ ഓപ്പോസിറ്റ് ആരാണ്. അപ്പോൾ ബിന്നി പറഞ്ഞു ഞാനാണ്. അപ്പോൾ സാബുമാൻ പറഞ്ഞു അവരൊന്ന് സൂക്ഷിച്ചോ, അടുത്ത വെളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ പറയണം. അപ്പോൾ ആദില നൂറ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട്. അപ്പം ബിന്നി പോകാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പിന്നെ അടുത്തൊരു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് സാബുമാനോട്. ഫസ്റ്റ് വീട്ടിലുള്ള എല്ലാവരെയും റോസ്റ്റ് ചെയ്യുക. സോറി ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ അവർ വീട്ടിലുള്ള എല്ലാവരും തിരിച്ച് സാബുമോനെ റോസ്റ്റ് ചെയ്യണം. സോ അങ്ങനെ സാബുമോൻ എല്ലാവരെയും റോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ടിച്ച് റോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആദ്യം അക്ബറിനെ പറഞ്ഞു. അക്ബർ എന്ന് പറഞ്ഞ് രാജാവായിട്ട് ഇവിടെ വന്ന് ഒരു രാജാവാകാം എന്നൊക്കെ വിചാരിച്ച് ഗ്രൂപ്പിസം ഒക്കെ തുടങ്ങി. പക്ഷെ ഗ്രൂപ്പൊക്കെ പൊട്ടിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആൻഡ് നമ്മുടെ ആര്യനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിലാവത്തുള്ള കോഴി, നിലാവത്ത് അഴിച്ചുവിട്ട ഒരു കോഴിയാണ് ജിസേലിനെ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനം ഇങ്ങനെ പറയുന്നുണ്ട്. ആൻഡ് നമ്മുടെ സാബുമാനെ കുറിച്ച് പറയുന്നതാണ് മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിക്കണം എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ എന്നുള്ളത്. ആൻഡ് ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, പഠിപ്പിച്ച് വിട്ടത് അതുപോലെ തന്നെ വന്ന് പറയുന്നത്. അത് മറ്റേ LGBT കാര്യമാണ് ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കുന്നത്. ആൻഡ് ലക്ഷ്മിയോട് പറയുന്നുണ്ട് PR ടീമിൻ്റെ PR ടീം പറയുന്ന ഒരു സാധനമാണ് നിലപാടുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു സാധനം ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരിയോട് അങ്ങനെ തന്നെ ചോദിക്കണം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചാണ് പുള്ളിക്കാരിയോട് അങ്ങനെ ചോദിക്കണമെന്ന്. ആൻഡ് ബിന്നിയെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ്, ഇച്ചിരി കുത്തിത്തിരിപ്പും ഇച്ചിരി എന്താ പറയുക പറയുന്നുള്ള കളിയും അങ്ങനെയൊക്കെ പറഞ്ഞു. ആൻഡ് നമ്മുടെ അനുമോളെ കുറിച്ച് പറയുന്നത് എന്താണ്, ശാപം. ആൻഡ് നല്ല രീതിക്ക് ഫുഡൊക്കെ കൊടുക്കും, അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് ഫുഡിന് കണക്കും പറയും എന്നുള്ള രീതിയിൽ അനുമോളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ആദില നൂറ എന്ന് പറഞ്ഞാൽ നൂറ പെട്ട് കിടക്കുകയാണ്, ആദിലൊരു ചക്കിക്കൊത്ത ശങ്കരനാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ്. ആൻഡ് നെവിനെ ആണെങ്കിൽ അറക്കാൻ വെച്ചിട്ടുള്ള ഒരു മാടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വെച്ച് വലിയ കാര്യങ്ങൾ. ആൻഡ് അനീഷിനെ കുറിച്ച് പറഞ്ഞ്, അതായത് വിക്ടിം അല്ലെങ്കിൽ കോമണർ കാർഡൊക്കെ പഠിപ്പിച്ച് ഒരു മീഡിയ പേഴ്സൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, കോമണർ അല്ല. കോമണർ കാർഡൊക്കെ വെച്ച് കളിക്കുന്നെങ്കിലും കോമണർ അല്ല എന്നുള്ള രീതിയിൽ അത് സൂപ്പറായിപ്പോയി കേട്ടോ. എപ്പോഴും കോമണർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓരോ സെൽമി ദി ആൻസറിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ, അങ്ങനത്തെ എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് അക്ബർ
ആണ്. പിന്നെ തിരിച്ച് സാബുമോനെ കുറിച്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പം പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞങ്ങളെ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ ആ രീതിയിലൊന്നും റോസ്റ്റിംഗ് ഒന്നും ചെയ്തില്ല, എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്നെ കുറച്ച് പൊക്കി പറഞ്ഞ പോലെ എനിക്ക് തോന്നി എന്നൊക്കെ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ആര്യൻ വരുമായിരുന്നു. ആര്യൻ വന്നിട്ട് പറഞ്ഞത് എന്നെ റോസ്റ്റ് ചെയ്യാനാണ് വന്നതെങ്കിലും പക്ഷെ എനിക്ക് ജിസേലിനെ കൂടുതൽ റോസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് അപ്പോൾ റോസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പം എനിക്കൊരു ഹണിമൂൺ ഫേസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ ആര്യൻ പറയുന്നുണ്ട്. ജിസേൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഹണിമൂൺ ഫേസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ആര്യനും ജിസേലിനും ഹണിമൂൺ ആയിരുന്നു ഗൈസ് ബിഗ് ബോസ് ഹൗസിൽ. സോ അതവിടെ നമുക്ക് വെളിപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ സാബുമാൻ ആണെങ്കിൽ വന്നിട്ട് പറയാണ് ഞാൻ എല്ലാ ടാസ്കുകളും ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാ നോമിനേഷനും ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ പുള്ളി. ആൻഡ് ബിന്നി വന്നിട്ട് പറയും, ഒരു കുറച്ച് ഫണ്ണിയായിട്ടാണ് പറഞ്ഞത്, ഇതുപോലെ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ സാബുമോനും ഫസ്റ്റ് അടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷാനവാസ് വന്നിട്ട് പറയാണ് ഞാൻ കള്ളം പറയുന്നവനല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെഴുക്ക് കാര്യങ്ങൾ. പിന്നെ അനീഷ് വന്നിട്ട് അനീഷിൻ്റെ ആയിരുന്നു ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവം. എൻട്രി ഒക്കെ വന്നിട്ട് പറഞ്ഞു ഞാൻ എന്തും എനിക്ക് പറയാനുള്ളത് ആരാണെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി വെട്ടിത്തുറന്ന് പറയും, പിന്നെ എന്താണ് എന്തോ തോക്കിനകത്ത് എന്തോ സാധനം ഒഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല, ഞാൻ അത്ര വലിയ ഇതൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് അതെന്താ പുള്ളി പറഞ്ഞു, എന്തോ തോക്കിനകത്ത് എന്തോ സാധനങ്ങൾ ഒഴിച്ചു പോകുന്നു എന്തോ സാധനം പറഞ്ഞു കേട്ടാ. അത് കഴിഞ്ഞിട്ട് സാബു പിന്നെ നീ ഉള്ളത് അപ്പം പിന്നെ പുള്ളി പറഞ്ഞു, സാബുമാൻ പറഞ്ഞു പുള്ളിക്കാരൻ ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അപ്പോൾ അനീഷ് പറയാം എനിക്ക് ആകെപ്പാടെ 3 ദിവസമേ കിട്ടിയുള്ളൂ, അതാണെങ്കിലും ഐജിയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. സോ ഹി വാസ് ആള് ഒരു എക്സാം എഴുതാൻ പോകാനല്ലോ, ബിയുടെ ഒരു എക്സാം എഴുതാൻ പോകുന്ന രീതിയിലാണ് പറഞ്ഞത്, എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ജോലിയിൽ നിന്ന് 5 വർഷം ലീവ് എടുത്തിട്ട് പിന്നെ ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഒരു വ്യക്തിയാണ് അനീഷ. ആൻഡ് റോബിനും പിന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അനീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അഖിൽമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു വിബിയിലേക്ക് പോയിട്ടുണ്ട്, അത്രയും ഹോംവർക്ക് ചെയ്തിട്ട് വന്നൊരു വ്യക്തിയാണ്. സോ അത് പുള്ളിയുടെ ഒരു ഇത് തന്നെയാണ് കേട്ടോ, അങ്ങനെ ആ ഒരു അതിലേക്ക് എത്തുക അല്ലെങ്കിൽ ഇത്രയും നാൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്താണ് പുള്ളിയിൽ സംസാരിക്കുക അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പറയണം ഇങ്ങനെ പുറത്ത് എങ്ങനെയാണോ പുള്ളി പുറത്തത് അതുപോലെ തന്നെയാണ് അകത്തെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അകത്ത് ആണ് അനീഷ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീൻ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം പിന്നെ അടുത്തത് നമ്മുടെ സാബുമോൻ പറയുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ കയറി ഒട്ടിച്ചോളാൻ എന്ന് ബിഗ് ബോസ് പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല കൂടുതലും. സോ അപ്പം ആര്യനും അക്ബറും കൂടെ ഇരുന്നിട്ട് സാബുമോൻ പിന്നെ പോവാണ് കേട്ടോ. അപ്പം അക്ബറും കൂടെ ഇരുന്നിട്ട് പറയാൻ ശരിയാണ് നമ്മളെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ആര്യം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചു, ജിസേലിനെ പോലെ ഒരാളുണ്ടെങ്കിൽ പിന്നെ ഇവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കത്തില്ലേന്ന്. അപ്പം എന്തായാലും ഏറെക്കുറെ മനസ്സിലായി കേട്ടോ ഗൈസ്, ഇനിയിപ്പോൾ ഇവർ കിട്ടുമോ എന്നുള്ളതാണ് എന്താണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അങ്ങനെ കുറേ സംഭവം കൂടെ അത് പോകാൻ നേരം നമ്മുടെ സാബുമോനാണെങ്കിൽ വന്ന് ലക്ഷ്മിയോട് പറയും ഒരു ഉപദേശമൊക്കെ പറഞ്ഞ്, അതായത് നിനക്കൊരു നിലപാടുണ്ടെങ്കിൽ ആ നിലപാടിൽ തന്നെ നിൽക്കണം. സോ അത് ഒരു സീനാകുമല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെയല്ല, പണി പാളി എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാർ പറഞ്ഞു ഒരു എന്താണ് പറയുക, അങ്ങനെയല്ല നിനക്ക് എന്താണോ തോന്നുന്നത് അതിൽ തന്നെ നിൽക്കുക, അല്ലെ കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നീ മാറരുതെന്നുള്ള രീതിയിൽ. കാരണം ലക്ഷ്മി അങ്ങനെ പറഞ്ഞെങ്കിലും ലാലേട്ടനാണെങ്കിൽ നെഗറ്റീവായിട്ട് പറഞ്ഞെങ്കിൽ പോലും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റൂ എന്ന് പറഞ്ഞപ്പോൾ പോലും പുള്ളിക്കാരി ഇല്ല എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ വെളിയിലുണ്ട്. ആ ഒരു ഇല്ല കൊണ്ടാണ് ലക്ഷ്മി ഇപ്പോഴും അവിടെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തിയല്ല ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റൻ്റാണ് ലക്ഷ്മി. ഇപ്പോൾ ബി ഹൗസിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ്. പെരുമാറ്റമാണെങ്കിലും സംസാരമാണെങ്കിലും എന്താണെങ്കിൽ കൂടി ആക്ച്വലി ഞാൻ ലക്ഷ്മീനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഇപ്പം ഈവൻ നമുക്കും അല്ലെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിൽ പോലും ഇനി വരുന്ന തലമുറയ്ക്ക് എങ്ങനെയാകുമെന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. സോ അതൊക്കെ അവരുടെ ഇപ്പം ഒരു പെണ്ണാകുക, ഒരു ആണായിട്ട് ജനിച്ചിട്ട് പെണ്ണായിട്ട് മാറുക എന്ന് പറയുമ്പം അവരുടെ ആ മനസ്സാണ്. ആക്ച്വലി നമ്മൾ പെണ്ണായിട്ട് ജനിച്ചു നമുക്ക് ആ ഒരു മനസ്സ് തന്നെയുണ്ട്. പക്ഷേ നമുക്ക് വേറൊരു ഇപ്പോൾ ആണാവുന്ന ഒരു മനസ്സാണെങ്കിൽ ഭയങ്കര ഹാർഡാണ് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, മറ്റുള്ളവരെ കാണിക്കാതെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നുള്ളതാണ്. അതിപ്പം അവരുടെ റൈറ്റാണ്. പെണ്ണിനെ കെട്ടണോ അല്ലെങ്കിൽ ആടിനെ കെട്ടണോ അതിലൂറ് അവരുടെ റൈറ്റാണത്.
അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അവരങ്ങനെ കെട്ടിയെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ കയറാണ്ടിരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല. സോ ഞാനതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരാണ് ഇപ്പോൾ ലക്ഷ്മീനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.